രാജ്യത്തെ തന്നെ ഏറ്റവും തന്ത്രപ്രധാന മേഖല. ബി ബാലഗോപാൽ ചേരുന്നു. ബാലു, ഈ അനുനയ നീക്കത്തിന് വഴങ്ങുമോ എന്നതാണ് അറിയേണ്ടത്. എന്താണ് നിലവിൽ അവിടെ നടക്കുന്നത്? എംപിമാർ ഒരു ഭാഗത്തും പോലീസും മറുഭാഗത്തും നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ എംപിമാർ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഈ പോലീസും മറുഭാഗത്തും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ബലം പ്രയോഗിച്ച അറസ്റ്റിലേക്ക് കടക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. നേരത്തെ കുറച്ച് എംപിമാരെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് നീക്കിയിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ഈ സമര സ്ഥലത്ത് തുടരുകയാണ്. അവർ അതിശക്തമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ സമരത്തിന് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് മറ്റ് എംപിമാരും ഇവിടെ തന്നെ ഉണ്ട്. ഏതായാലും നിലവിൽ ഈ സമരം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ പോലീസ് സേനാ വിഭാഗങ്ങളും മറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു അറസ്റ്റിലേക്ക് പോലീസ് കടന്നേക്കുമെന്നാണ് ഇവിടുത്തെ ഈ മൂവ്മെന്റ്സ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബ്രീഫിങ്ങും മറ്റും, അതായത് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബ്രീഫിങ്ങും മറ്റും നൽകുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്, ബലം പ്രയോഗിച്ച അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുവാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. വലിയ രീതിയിൽ എന്ത് നടപടിയും പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു കയ്യേറ്റമുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്താവും പാർലമെന്റിൽ നടക്കുക? സ്വാഭാവികമായും ഈ വിഷയം അതിശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അതിശക്തമായി തന്നെ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നതായിരിക്കും. അതിനും മുന്നോടിയായാണ് ഇപ്പോൾ ഈ തികച്ചും അപ്രതീക്ഷിതമായ, കാരണം സാധാരണ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും ഇത്തരം ഒരു സമരം സമീപകാലത്ത് ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും എംപിമാരുടെ നേതൃത്വത്തിൽ തന്നെ ഈ സമരം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പുരോഗമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും സമരം പുരോഗമിക്കുകയാണ്. കൂടുതൽ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് എംപിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ അതുപോലെ തന്നെ CRPFന്റെ ഒക്കെ കൂടുതൽ ഭടന്മാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആക്ഷൻ ഏത് സമയത്തും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാം. അത് അറസ്റ്റ് മാത്രമായിരിക്കും ഉള്ള സാധ്യത. കാരണം എംപിമാരായതിനാൽ തന്നെ ലാത്തി ചാർജിലേക്കൊന്നും കടക്കാനുള്ള സാധ്യതയില്ല. മറിച്ച് ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാനാണ് സാധ്യത. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് ഒരു വശത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്, മറുവശത്ത് CJPയുടെ സമരവേദിയിലേക്ക് പിന്തുണയുമായി കൂടുതൽ ദേശീയ നേതാക്കൾ തന്നെ എത്തുന്നതാണ് മറുവശത്ത് നമ്മൾ കാണുന്നത്. ഇത്രയും നാൾ അവിടെ CJPയുടെ നേതൃത്വത്തിൽ ഒരു നിശബ്ദമായ, വളരെ സമാധാനപരമായ ഒരു സമരമാണ്. ഇതാ അരവിന്ദ് കെജ്രിവാളാണ് ഇപ്പോൾ വേദിയിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നത്. दुनिया के सबसे बड़े तानाशाह को ललकारने की हिम्मत की कल पूरी दुनिया ने देखा कि किस तरह से मोदी को आप लोगों के सामने झुकना पड़ा। यह भी इन सब लोगों से मिला। लोगों को पूरी तरह से डंडे मारे गए, टीयर गैस के गोले छोड़े गए, उनके ऊपर पत्थर बरसाए गए। हमारे पास तो कुछ भी नहीं था। हमारे पास आवाज नहीं आ रही होगी क्योंकि हमारे स्पीकर तोड़े गए और जो बंदे